തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാല നിർമ്മാണം നടപടികൾ ത്വരിതപ്പെടുത്താൻ MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിനെയും പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാല നിർമ്മാണം പ്രവൃത്തി നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിനായി ചേലക്കര MLA യുവ പ്രദീപ്, നിർവഹണ ഉദ്യോഗസ്ഥരായ കേരള റോഡ് ഫണ്ട് ബോർഡ്, തൃശൂർ ജില്ലാ എഞ്ചിനീയർമാർ, തഹസിൽദാർമാർ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ യോഗം ചെറുതുരുത്തി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തു. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിനും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. 2017-18 50 കോടി രൂപയുടെ ഭരണാനുമതി പാല നിർമ്മാണത്തിനായി കിഫ്ബി മുഖേന ലഭിച്ചിരുന്നു. 23 ലക്ഷം രൂപ ചെലവഴിച്ച് മണ്ണ് പരിശോധനയും പൂർത്തീകരിച്ചിരുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 1.32 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. 337 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. അവർ നടത്തിയ പ്രവൃത്തി, ഇനി നടത്താൻ പോകുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്നിവർ നടത്തിയത്. ഇനിയും കുറച്ച് കടമ്പകളൂടെ കിടക്കാണ്. അവിടെ ഭൂമിയേറ്റവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ അവരോട് പറഞ്ഞു. അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ വെച്ച് ഒന്ന് അതിൻ്റെ യോഗം ചേർന്നൊന്ന് വേഗത്തിലാക്കി കൊടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നടക്കുന്ന പണികളെ സംബന്ധിച്ച് കല്ലിടൽ വരെ അവിടെ ആയിട്ടുണ്ട്. ഇനി ആ കല്ലിട്ട് അത് അളന്ന് ഏതെല്ലാം ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഏതെല്ലാം അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അവരുമായി സംസാരിക്കുകയും അത് അവർക്ക് അതിൻ്റെ ഭൂമിയുടെ ന്യായവില കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുവശത്തും വരുന്ന പുഴയുടെ അപ്പുറം ഇപ്പുറം വരുന്ന ഗുണഭോക്താക്കൾ കൊടുക്കാൻ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വേഗത്തിലാക്കാനും അത് എത്ര ആ കല്ലിട്ട് ഉള്ളിൽ എത്ര പേർക്ക് ഈ ഭൂമി നമുക്ക് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരും എന്നെല്ലാം വളരെ കൃത്യമായി അതിന് അടയാളപ്പെടുത്തുകയും അതൊന്ന് അതിൻ്റെ കണക്കെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം റെയിൽവേ അവരുടെ പ്രവൃത്തി ഏകദേശം 15 കോടിയാണ് അവരുടെ അണ്ടർ പാസേജ് പണി ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്ത് പണിയിൽ കഴിയുന്ന മുറയ്ക്ക് റെയിൽവേയുടെ പണം കട്ടിവെച്ചാൽ മാത്രമാണ് അവരുടെ പണി ചെയ്യുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനും ഇന്ന് നടത്തി. ഇന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വെച്ചതാണ്. ഇന്ന് അവർക്ക് മറ്റൊരു ചെറിയൊരു അത്യാവശ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം വിളിച്ച് അറിയിച്ച് ഞാൻ തീരുമാനം അറിയിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ സഹായിച്ചോളാം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് 2 MLA-മാരും ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഡിസൈനിങ് വിങ്ങും ഒപ്പം ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടിയിരുത്തിയാണ് ഇന്ന് റിവ്യൂ നടത്തി. ഇനി അടുത്ത ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിലൂടെ ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത ചില കുറവുകളുണ്ട്. ആ കുറവുകൾ PWD മന്ത്രിയെ വെച്ചും കൂടെ ഒരു ചർച്ച കഴിഞ്ഞു. ഒപ്പം റവന്യൂ മന്ത്രിയും കൂടെ വെച്ചും ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. അതുകൂടെ ആവുന്നതോടുകൂടി ഇതിനെ കുറച്ചുകൂടെ വേഗത കൂടും എന്നാണ് ഇന്ന് ഞങ്ങൾ വിലയിരുത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ഫോളോഅപ്പും ഇരുഭാഗത്തുനിന്നും നടത്താം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഏതായാലും പാലത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന യോഗമാണ് ഇന്നിവിടെ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാറുള്ളത്. കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർമാരായ ഷിബു കൃഷ്ണരാജ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ പട്ടാമ്പി താലൂക്ക് ജേക്കബ്, വില്ലേജ് ഓഫീസർ ഓങ്ങല്ലൂർ TP രാജേഷ്, വൈസ് പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജയന്തി CR, ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ തൃശൂർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ഥലം ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ആളുകളുടെ വളരെ പോസിറ്റീവായിട്ട് ഫ്രീ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം തന്നെ വർക്ക് ആരംഭിക്കാൻ പറ്റും. സ്ഥലം ഏറ്റെടുക്കുന്ന പ്രൊസീജിയർ, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അത് ആ പ്രൊസീജിയർ പ്രകാരം പോവുകയാണെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും. നമ്മൾ ആളുകളോട് ഫ്രീ സറണ്ടറിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലക്ക് നടത്തും. ഫ്രീ ആയിട്ട് സ്ഥലം നമുക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് പാലത്തിൻ്റെ പണി തുടങ്ങാൻ പറ്റും. പക്ഷേ ഫ്രീ അല്ല, അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സമയമെടുക്കുന്നതാണ്. കാരണം നമുക്ക് ഒരാളുടെ സ്ഥലം അങ്ങ് കയറി എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊസീജിയറിലാണ് ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ട്, അത് പ്രകാരമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് സൗജന്യമായിട്ട് സ്ഥലം വിട്ടുതരികയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് ജനങ്ങളോട് ചോദിക്കും. ജനങ്ങൾ പോസിറ്റീവായിട്ട് സൗജന്യമായിട്ട് സ്ഥലം വിട്ടുതരികയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പാലം നമുക്ക് യാഥാർത്ഥ്യമാക്കാം. അതല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം
അതിൻ്റെ പ്രൊസീജിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ട് പിന്നെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എടുക്കുന്ന കാലതാമസം അതിനെടുക്കും. അപ്പോൾ അത് പിന്നെ പരമാവധി സൗജന്യമായിട്ട് തന്നെ ആളുകൾ തരണമെന്നുള്ളതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് കിടക്കുമ്പോൾ കാരക്കാട് ഭാഗത്ത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമുക്കുള്ളത് റെയിൽവേ പിന്നെ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് റെയിൽവേയുടെ താഴെ, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് താഴെ ഒരു അണ്ടർ പാസേജ് കൂടി പിന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേക്ക് പ്രപ്പോസൽ കൊടുത്തു. അപ്പോൾ 15 കോടി രൂപയാണ് ഇപ്പോൾ അവർ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കിഫ്ബി മുഖാന്തരം അതിന് വേണ്ടിയിട്ടുള്ള കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കാനാണ് നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇനി പാളം ഇരട്ടിക്കലടക്കമുള്ള മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ സാങ്കേതികമായി പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി റെയിൽവേയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടി തന്നെയാണല്ലോ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നത് പ്രൊസീജിയർ പ്രകാരം പോകുമ്പോൾ 2013 ലാൻഡ് പിന്നെ നമ്മുടെ ലാൻഡ് അക്വസിഷൻ ആക്ട് പ്രകാരം വലിയ തടസ്സങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയറിന് കാലതാമസം എടുക്കുന്ന തടസ്സങ്ങളുണ്ട്. അത് അതുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത്. പക്ഷേ അത് പരിഹരിച്ച് സൗജന്യമായി സ്ഥലം ഏറ്റെടുത്ത് പിന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പോൾ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടന്നില്ലെങ്കിൽ മറ്റു പ്രൊസീജിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഏറ്റെടുക്കും. ഈ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ചേലക്കര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടാമ്പിയിലേക്ക്, ഷൊർണൂരിലേക്ക്, അതോടൊപ്പം തന്നെ പാലക്കാട്, ചെറുപ്പളശ്ശേരി, പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ തന്നെ വളരെ വേഗത്തിലെത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂരിലേക്കും ഒക്കെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോകാൻ, അതോടൊപ്പം നമുക്കറിയാം മെഡിക്കൽ കോളേജിലേക്ക് വളരെ വേഗത്തിലെത്താൻ കഴിയുന്ന രീതി ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പാലമായിട്ട് മാറും. പിന്നെ കുടുംബപരമായിട്ട് മറ്റും ഒക്കെ വലിയ ബന്ധങ്ങൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ ഉണ്ട്. അവരൊക്കെ തന്നെ കുറേ കറങ്ങിയാണ് ഇപ്പോൾ വരുന്നത്. അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ന്യൂസ് ഡെസ്ക് CCV.